അല്ല, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി ആളുകൾ വരികയും അവിടെ താമസിക്കുകയും അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മറവിൽ ഷിബിലി അറിയേണ്ടത്, അവിടെ ഈ 480ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും തന്നെ സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. അത് തന്നെ വലിയ തോതിലുള്ള ലൈംഗിക പീഡനം ഏറ്റുകൊണ്ട്, ബലാത്സംഗമൊക്കെ ഏറ്റുകൊണ്ടാണ് ഈ പറയുന്ന ആ സ്ത്രീകളൊക്കെ തന്നെ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഇതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൗജന്യയുടെ കേസ്, ഇപ്പം ഞാനതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഇന്നലെ പോയില്ല. ആ സൗജന്യയുടെ കേസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ലൈംഗിക അവയവത്തിനേറ്റ പരിക്കുകൾ, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ അവിടെ ആരോടെങ്കിലുമുള്ള ശത്രുതയുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു CPM ലീഡറുണ്ട്. ആ CPM ലീഡർ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ ആ CPM ലീഡറിനെ മകളെ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.